ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ വന്നതേ ഉള്ളൂ. ഞായറാഴ്ച സ്പെഷ്യൽ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ബീഫ് കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നമ്മൾ അതിന് വേണ്ടിയുള്ള ബീഫ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് നല്ലോണം കഴുകിയെടുക്കാം. പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിക്ക് മേടിച്ചോണ്ട് വന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിന്റെ ആ ഒരു ചോരയൊക്കെ നല്ലോണം കഴുകിയെടുക്കും. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച്. അല്ലെങ്കിൽ മലയാളികളുടെ ഒരു ദിവസമാണല്ലോ ഈ ഞായറാഴ്ച എന്ന് പറയുന്നത്. ജോലി ഇല്ലാത്ത അന്നത്തെ ദിവസം ലീവ് എടുത്ത്, ആഴ്ച എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ട് ഞായറാഴ്ച ഒരു ദിവസം ലീവ് എടുത്ത് ഇച്ചിരി ഇറച്ചിയൊക്കെ മേടിച്ച് കൂട്ടാൻ വെച്ച് അല്ലേ, ചീനിയൊക്കെ മേടിച്ച് അന്നത്തെ ദിവസം വീട്ടിലങ്ങ് ആഘോഷിക്കും. നമ്മൾ ബീഫ് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇറച്ചി മസാല, പിന്നെ സാധാ നമ്മുടെ ഗരം മസാല, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ എല്ലാ വീഡിയോക്കകത്തും പറയുന്നുണ്ടല്ലോ ഗൈസ്, എനിക്ക് ഉപ്പ് കൈപ്പാകമാണ്. അതുകൊണ്ടാണ് പലർക്കും പല പല അളവുകളല്ലേ. എനിക്കിവിടെ ഉപ്പ് കൈപ്പാകമാണ്. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇറച്ചി മസാല, പിന്നെ നമ്മൾ സാധാ ഗരം മസാല. ഇനി നമുക്കിത് നല്ലോണം കൈ വെച്ച് കുഴച്ച് മിക്സ് ചെയ്യാം. നല്ലോണം കൈ വെച്ച് കുഴയ്ക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പും മസാലയൊക്കെ ആ ബീഫിനകത്ത് പിടിച്ച് സെറ്റ് ആയിട്ട് ഗായ്സ്, അതുവരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഗായ്സ്, അങ്ങനെ നമ്മള് പുരട്ടി വെച്ച ഉപ്പും മസാലപ്പൊടിയൊക്കെ മഞ്ഞപ്പൊടിയും ചേർത്ത് പുരട്ടി വെച്ച ബീഫൊക്കെ നല്ല ഉപ്പൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ ഞങ്ങൾ പോയി കുറച്ച് സവാള ഉള്ളി, കുറച്ച് കുഞ്ഞുള്ളി, തക്കാളി, കിഴങ്ങ്, പച്ചമുളക്, പിന്നെ ഇത് ഇവിടുത്തെ കറിവേപ്പിലയാണ്, ഇവിടെ പിടിച്ച കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കുന്ന റെസിപ്പിയിലോട്ട് പോവാം. ഞാൻ കുക്കറിലാണ് ബീഫ് കറി വയ്ക്കുന്നത്. അപ്പൊ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ച് കുക്കർ അതിലേക്ക് വയ്ക്കും. കുക്കറിൽ ആ ഒരു വെള്ളം നനവൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ ഗൈസ്. ഇത് ചീനിയാണ്, ഇതിനകത്തിരിക്കുന്ന ചീനിയാണ്. നമുക്ക് നല്ല ബീഫ് കറിയും ചീനിയൊക്കെ ആയിട്ട് കഴിക്കാനും ഉള്ള രീതിയിൽ വെക്കാം. സമയമില്ലായിരുന്നു ഗൈസ്, പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് കുറെ താമസിച്ച്. പിന്നെ ഇപ്പോഴാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒന്നിച്ചുണ്ടാക്കുക എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സമയമില്ല, പോയിട്ട് വന്നിട്ട് വേണ്ട പെട്ടെന്ന് എല്ലാം ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് എല്ലാം റെഡിയാക്കുക ഗൈസ്. അങ്ങനെ നമ്മൾ കുക്കറൊക്കെ ചൂടാക്കുന്നത്, നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടുക് എണ്ണയ്ക്കകത്തെല്ലാം കിടന്ന് പൊട്ടിത്തിരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള കുറച്ച് പച്ചമുളക്, പിന്നെ നമ്മള് ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തേങ്ങ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ തേങ്ങയും നമ്മളെ പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക്, വലിയ മാറ്റമൊന്നും വേണ്ട, ചെറിയൊരു മൂപ്പ്.
അങ്ങനെ നമ്മുടെ വറ്റൽമുളകും തേങ്ങയും കുറച്ച് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ചതച്ച് വെച്ചിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിന്റെ ഒരു പച്ചമണം മാർഗണം വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, കിഴങ്ങ്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫിനകത്ത് കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉള്ളി വഴലാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇറച്ചിക്കറിയൊക്കെ വെക്കുകയാണെങ്കിലേ, ഇറച്ചിക്കറി എന്നല്ല, നമ്മളിപ്പോ സാമ്പാർ എന്ത് വെച്ചാൽ തന്നെയും അതിനകത്ത് നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഇതിനകത്ത് ഞങ്ങള് കുറച്ച് 2 സവാള ഉള്ളിയും പിന്നെ ബാക്കി കൊച്ചുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് വഴണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കുക്കറിന്റെ അടപ്പ് തന്നെ വെച്ച് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് വഴണ്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മള് അടച്ചു വെച്ച ഉള്ളിയൊക്കെ എന്തായാലും നോക്കാം. നമുക്ക് ഈ കുക്കറിനകത്ത് ബീഫും ഉള്ളിയും എല്ലാം കൂടി ഒന്നിച്ചിട്ട് വിസിലടിപ്പിക്കുന്നതുകൊണ്ട് ഉള്ളി അധികം വഴണ്ടി വന്നില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം നമ്മള് ബീഫ് എല്ലാവരും ചേർത്ത് വിസിലടിപ്പിച്ചിട്ടാണ് കറി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു വാട്ടം വന്നാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ഞാനെന്ന് പറഞ്ഞാലേ മഞ്ഞപ്പൊടിയും മസാലപ്പൊടിയും എല്ലാം ബീഫിനകത്ത് ഞാൻ ഓൾറെഡി പെരട്ടിയാണ് വെച്ചത്. പിന്നെ ഇതിനകത്ത് ഇനി ചേർക്കാനുള്ളത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്താണ് ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഇത് അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മള് ഇറച്ചിക്കറിക്കകത്ത് ചേർക്കാനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പൊ മൂത്ത് വരുമ്പോഴത്തേക്ക് ഒന്ന് കരിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നു. ഒരു ശകലം നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി ഒരു 2 സ്പൂൺ, മല്ലിപ്പൊടി നമുക്കൊരു 1.5 സ്പൂൺ ഇട്ടു. എന്നിട്ട് നമുക്കിത് നന്ന് വറക്കാം. ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ഈ പൊടി ഒന്ന് മൂത്ത് വരുമ്പോ നല്ല മണമാണ്. ആ ഒരു മണം തന്നെ നമുക്ക് ആ ഒരു ഇറച്ചിക്കറിക്ക് കിട്ടും. അതുകൊണ്ടാണ് എന്റെ രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മഞ്ഞപ്പൊടി ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. മഞ്ഞപ്പൊടിയും മസാലപ്പൊടിയും ഈ വറുക്കുന്നതിനകത്ത് ചേർക്കാത്ത കാര്യം, നമ്മള് ബീഫിനകത്ത് മഞ്ഞപ്പൊടിയും മസാല എല്ലാം ചേർത്താണ് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചത്. അതുകൊണ്ടാണ് ഇതിനകത്ത് മഞ്ഞപ്പൊടി ഞാൻ അങ്ങനെ ചേർക്കുന്നത്. അങ്ങനെ നമ്മളെ മുളക് മല്ലിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മള് വറുത്ത പൊടി നമ്മുടെ ഉള്ളിലോട്ട് ചേർത്തെടുക്കാം. നമുക്കിനി നല്ലൊന്ന് ഇളക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ഉപ്പും മസാലപ്പൊടിയൊക്കെ ചേർത്ത് വെച്ച ബീഫ്, നമുക്ക് ആ ബീഫിലെ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം അടുക്കി കൂട്ടി ഇളക്കി വെക്കാം. ഇപ്പൊ ഇങ്ങനെ കുക്കർ നല്ല നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലേ ഒരു വിസിലൊക്കെ അടിച്ച് നല്ല ഇറച്ചിയും ഉള്ളിയൊക്കെ നല്ലൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇത്
അങ്ങ് കുറയും ഗൈസ്. നമ്മളിത് 1 കിലോ പോത്തിറച്ചിയാണ് മേടിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഓൾറെഡി വേകുമ്പോൾ അതിന് വെള്ളം ഇറങ്ങും. നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇത് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ മേളിൽ ഒരു ചെറിയൊരു സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ബീഫ് തിളച്ച് അതിന്റെ വെള്ളം ഒന്നും പുറത്ത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് അടച്ചു വെക്കുന്നത്. നമുക്കിത് അടച്ചു വെക്കും. ഒരു പോത്തിറച്ചിയൊക്കെ നല്ലൊന്ന് വെന്ത് വരാൻ വേണ്ടിട്ട് നമുക്കൊരു 6-7 വിസിൽ നമുക്ക് കേൾപ്പിക്കണം. അതുവരെ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കും. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ബീഫ് കറി. ഒരു ഇച്ചിരിയൊക്കെ ഒന്ന് തിളച്ച് പറ്റാൻ വേണ്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇതിന്റെ ഉപ്പും എല്ലാം പാകമാണെന്ന്, ഉപ്പും എരിവും മസാലയൊക്കെ നമുക്കൊന്ന് പാകമാണെന്ന് നോക്കാം. സൂപ്പർ ഗൈസ്, നമ്മൾ നല്ല പോത്തിറച്ചി നല്ല കറി വെച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലൂടെ കഴിക്കാൻ വേണ്ടി കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒരു കുഴി കുത്തി കറി ഇങ്ങനെ നമുക്ക് കുറച്ച് നല്ലപോലെ എന്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. ചൂട് ഗൈസ്, കഴിക്കാം. ബീഫും ഇങ്ങനെ കപ്പയും ഒരു കഷ്ണം ബീഫും പറയേണ്ട കാര്യമില്ല. പോത്തിറച്ചിയുടെ ആ ടേസ്റ്റ് പ്രത്യേകിച്ച് ചീനി നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫൊക്കെ നല്ല വെന്ത് ആ ഒരു വിസിൽ തന്നെ, നമ്മൾ ആ ഒരു 7 വിസിൽ തന്നെ മതിയായിരുന്നു. നല്ല ആ ഒരു ബീഫൊക്കെ നല്ല വെന്ത് എനിക്ക് വായില് പൊടിയായിരുന്നു ഗൈസ്. ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് ഇച്ചാനെ കൊടുത്തിട്ട് ചോദിക്കാം. ഇച്ചാനെ വിളിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ബാ. പോത്തിറച്ചിയുടെ മണം നല്ല ഇതായിട്ട് നിൽക്കുന്നു അല്ലേ? കൊഴുപ്പിന്റെ മണം നല്ല കൊഴുപ്പുണ്ടായിരുന്നു. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പം ഗായ്സ്, നിങ്ങൾ ബീഫ് ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഞങ്ങള് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.